ഹായ്, ശ്രുതിയാണേ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? നമ്മുടെ പേളിമാണി കുക്ക് ചെയ്ത് വൈറലാക്കിയ ടൊമാറ്റോ റൈസ് ഇല്ലേ, അതാ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയിലയും പുതിനയിലയും എല്ലാം ഞാൻ ആദ്യമേ അരിഞ്ഞ് വെച്ച് കേട്ടോ. ഇതിൽ ഗ്രീൻ പീസ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ പീസ് വേഗം വെച്ച സമയത്ത് നമുക്ക് കുറച്ച് ചിക്കൻ കഴുകിയെടുക്കാം. ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനെടുത്ത അരി കുറച്ച് വലിയ അരിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ ബസ്മതി റൈസ് പോലെയല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മുമ്പേ അത് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു. ആ സമയത്ത് നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. 2 സ്പൂൺ കാശ്മീരി മുളകും 1 സ്പൂൺ എരിവുള്ള മുളകും കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നമുക്ക് ചിക്കന് പുരട്ടി വയ്ക്കാം. പിന്നെ ചിക്കൻ പുരട്ടി വെക്കുമ്പോൾ അതിലേക്ക് ഒരിത്തിരി പെരിഞ്ജീരകം കൂടി ഇടുന്നത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. ഞാൻ സാധാരണ ചിക്കനോ മീനോ ഒക്കെ വറക്കാൻ നേരം പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്യാറുണ്ട്. റൈസ് വെക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ പുരട്ടി അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം കൊണ്ട് ചിക്കനിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് റെഡി ആയിട്ടിരിക്കും. അതുകൊണ്ട് മിക്കപ്പോഴും ബിരിയാണി വെക്കുമ്പോഴും ഇതുപോലുള്ള റൈസൊക്കെ വെക്കുമ്പോഴും ഞാൻ ആദ്യമേ ചിക്കൻ പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അതാകുമ്പോൾ റൈസിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വറക്കാറാവുമ്പോൾ ചിക്കനിൽ മസാലയെല്ലാം പിടിച്ച് സെറ്റായിട്ടിരിപ്പുണ്ടായിരിക്കും. ചിക്കൻ പുരട്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് നമുക്ക് തക്കാളി അരച്ചെടുക്കാം കേട്ടോ. ഞാനിതിൽ തക്കാളി അരച്ചാൽ ചേർക്കാറ്. സാധാരണ ടൊമാറ്റോ റൈസിൽ തക്കാളി അരിഞ്ഞിടുന്നവരും ഉണ്ടായിരിക്കും. ഞാൻ പക്ഷേ അരച്ചാണ് ഇടുന്നത് കേട്ടോ. പിന്നെ റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് ചേർക്കും. നെയ്യാണ് ഞാൻ കൂടുതൽ ചേർക്കാറ്. ഇതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നട്ട്സ് ഇട്ട് നല്ലപോലെ വറക്കാം. പിന്നെ മുന്തിരിയും അതിനുശേഷം നമ്മുടെ സ്പൈസസും ഏലക്കയും കറുവപ്പട്ട ഗ്രാമ്പൂ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഞാനിതിൽ ഇഞ്ചി അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. പിന്നെ സവാളയൊന്ന് നന്നായിട്ട് വാടി വരാൻ വേണ്ടി ആദ്യമേ കുറച്ച് ഉപ്പ് ചേർക്കും. സവാളയൊന്ന് വാടി വരാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഞാൻ ഈ സമയത്ത് ചേർത്തത് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ സമയത്ത് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കും കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താൽ അത് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. തക്കാളിയുടെ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ സാധാരണ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം ആഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അരി കുറച്ചുകൂടി വലിയ അരിയാണ്. സാധാരണ ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി വലിയ അരിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളം ഒഴിക്കുന്നതിലും 1/4 ഗ്ലാസ് വെള്ളം കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരമണിക്കൂർ അടച്ച് വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ? ഇത് ചൂടോടെ ഞാൻ തുറന്നപ്പോഴേ ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് കേട്ടോ. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നോർമൽ റൈസ് പോലെ ആവും. പിന്നെ സാലഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇപ്പം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. പിന്നെ നമ്മളതെടുത്ത് വറുത്തു. ഞാൻ ചിക്കൻ വറുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇതുപോലെ കറിവേപ്പില ഇടാറുണ്ട്. നിങ്ങൾ ഇടാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണേ. നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ്റെ പുറത്ത് കറിവേപ്പില വറുത്തിടുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് റൈസും ചിക്കൻ ഫ്രൈയും സാലഡും മുട്ടയും പപ്പടവും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അപ്പുക്കുട്ടനായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.